ഹായ് ഹലോ, ഇന്നൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ്. അപ്പോൾ കുറച്ചധികം ചോക്ലേറ്റ്സ് നമ്മൾ കേക്കിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇത്രയും ചോക്ലേറ്റ്സാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ്സ് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലെത്തി കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഈ ചോക്ലേറ്റ്സ് എല്ലാം കേക്കിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള കുറേ ചോക്ലേറ്റ്സ് നമ്മൾ ഈ ഒരു കേക്കിലേക്ക് വെക്കുന്നുണ്ട്. ചോക്ലേറ്റിലേക്ക് സ്റ്റിക്ക് ഇതേപോലെ ഒന്ന് കുത്തിവെച്ച് കേക്കിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് മെൽറ്റായി കിടക്കുന്ന ചോക്ലേറ്റിലേക്ക് ഇതേപോലെ സ്റ്റിക്ക് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചൊന്ന് ചോക്ലേറ്റ് ഒന്ന് സെറ്റായതിന് ശേഷമാണ് സ്റ്റിക്ക് വെക്കുന്നത്. ഏകദേശം കുട്ടികൾക്ക് ഇഷ്ടമുള്ള എല്ലാ ചോക്ലേറ്റ്സും നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഡിസൈൻ കസ്റ്റമറിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 1.5 കിലോ ആണ്. 1 കിലോയിൽ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പരത്തി ചെയ്തിട്ട് വേണം ഇത്രയും ചോക്ലേറ്റ്സ് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ. അപ്പോൾ കുറച്ചും കൂടി നല്ലത് 1.5 കിലോയിൽ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇതേപോലെയുള്ള ഡിസൈൻസ് എല്ലാ കേക്കിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ചോക്ലേറ്റ് കേക്കിൽ തന്നെയാണ്. ഇപ്പോൾ പിന്നെ എല്ലാം കുട്ടികളുടെ ചോയ്സാണ്. അവർ പറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കേക്കും ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കേക്കിൻ്റെ മേലെ ഒഴിച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗണാഷിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ചോക്ലേറ്റും അങ്ങനെയാണ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷ് നമുക്ക് കിട്ടും. അതേപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ പകുതി മിൽക്ക് ചോക്ലേറ്റും പകുതി ഡാർക്ക് ചോക്ലേറ്റും എടുക്കുക. അപ്പോൾ ഒരുപാട് ആ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഗണാഷിലേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് മിൽക്ക് ചോക്ലേറ്റും കൂടി എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുത്തിവെക്കുന്ന ആ ഒരു ചോക്ലേറ്റ് നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കേക്കിൽ പേരെഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടല്ല കേക്കിൽ പേരെഴുതുന്നത്, ഫോണ്ടൻറ്റ് കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതേപോലത്തെ ബ്ലാക്ക് ഫോണ്ടൻ്റ് ഒന്ന് പരത്തി എടുത്തിട്ട് നമ്മൾ ഫോണ്ടൻ കട്ടർ ഉണ്ടല്ലോ, ആ ലെറ്റർ കട്ടർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബോർഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഫോണ്ടൻ്റ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കേക്ക് ബോർഡ് അത്യാവശ്യം വെറ്റായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നേരെ അതിലോട്ടേക്കൊന്ന് വെച്ച് കൊടുത്താൽ 7 ഇഞ്ച് പാനിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിരിക്കുന്നത്. 2 kg റൗണ്ട് കേക്ക് ബോർഡിലാണ് നമ്മൾ ഈ ഒരു കേക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്പേസ് ഈ ഒരു ബോർഡിലുണ്ട്. നമുക്ക് ചോക്ലേറ്റ്സ് എക്സ്ട്രാ വെക്കുകയാണെങ്കിലും നെയിം ആഡ് ചെയ്യാനാണെങ്കിലും ഒക്കെ സുഖമാണ്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. 5ൻ്റെ ഒരു ടോപ്പറും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ടോപ്പറും വെച്ചിട്ടുണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡെക്കറേഷൻ വീഡിയോ മാത്രം കാണിച്ചത്. ഒരുപാട് റെസിപ്പി വീഡിയോസും അതേപോലെ ഡെക്കറേഷൻസ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.